പ്രവാസ ലോകത്തെ വാർത്തകൾ. എയർബസിൻ്റെ 6000-ലേറെ A320 വിമാനങ്ങളിൽ സുരക്ഷാ പ്രതിസന്ധി. ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയുടെ സർവീസുകളെ ബാധിക്കും. മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾ ആശങ്കയിൽ. എയർബസ് A320 ജെറ്റുകളിലെ ഫ്ലൈറ്റ് കൺട്രോൾ ഡേറ്റ ഉയർന്ന തോതിലുള്ള സൗരോർജ്ജ വികിരണത്തിന് ഇടയാകുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യൂറോപ്യൻ സുരക്ഷാ സമിതി അടിയന്തര നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാനങ്ങളുടെ 200 മുതൽ 250 വിമാന സർവീസുകളെയാണ് ഇത് ബാധിക്കുക. രാജ്യത്ത് A320 വിമാനങ്ങളിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന സോളാർ റേഡിയേഷൻ തടയുന്നതിനായി സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആവശ്യമായി വരുമെന്ന് എയർബസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ആഭ്യന്തര വിമാന കമ്പനികൾക്ക് കീഴിലുള്ള A320 വിഭാഗത്തിലുള്ള വിമാനങ്ങൾ പലതും സോഫ്റ്റ്വെയർ മാറ്റത്തിനും ചില സന്ദർഭങ്ങളിൽ അറ്റകുറ്റപ്പണികൾക്കോ വിധേയമാകുന്നതിനാൽ വിമാന സർവീസുകൾക്ക് പ്രവർത്തന തടസ്സങ്ങൾ നേരിടും. രാജ്യത്തെ വിമാന ഓപ്പറേറ്റർമാരുടെ കൈവശം ഏകദേശം 560ഓളം A320 വിഭാഗം വിമാനങ്ങളുണ്ടെന്നാണ് കണക്ക്. അവയിൽ 200 മുതൽ 250 വരെ വിമാനങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷനോ ഹാർഡ്വെയർ പുനഃക്രമീകരണമോ ആവശ്യമായി വരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ തൊഴിൽ വിപണിയിൽ കടുത്ത മത്സരം. ഗോൾഡൻ വിസ പോലുള്ള ആകർഷകമായ പദ്ധതികൾ കാരണം ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾ UAE-യിലേക്ക് എത്തുന്നതാണ് തൊഴിൽ വിപണിയെ പ്രതിസന്ധിയിലാക്കുന്നത്. തൊഴിൽ തേടി UAE-യിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എത്തുന്നത് കൂടുന്നതിനാൽ ശമ്പളം വെട്ടിക്കുറയ്ക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കാൻ കമ്പനികൾ നിർബന്ധിതരാകുന്നു. ശമ്പള വർധനവ് നിലയ്ക്കുന്നതിന് കാരണം തൊഴിൽ വിപണിയിൽ ആവശ്യക്കാരേക്കാൾ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകുന്നു എന്നതാണ്. പ്രത്യേകിച്ച് അഡ്മിൻ, HR എക്സിക്യൂട്ടീവ്, ഓഫീസർ, മാനേജർ തസ്തികകളിലാണ് ഇത് പ്രകടമാകുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ രാജ്യത്തേക്ക് വരുന്ന പുതിയ താമസക്കാരുടെ എണ്ണം തൊഴിൽ വിപണിക്ക് താങ്ങാൻ കഴിയുന്നതിലും കൂടുതലാണ്. UAE-യുടെ ജനസംഖ്യ 2025 നവംബറിൽ 11.47 ദശലക്ഷമായി ഉയർന്നിരുന്നു. കഴിഞ്ഞ വർഷം ഇത് 11.02 ദശലക്ഷമായിരുന്നു. ദുബായിൽ മാത്രം കഴിഞ്ഞ മാസം 18,000 പുതിയ താമസക്കാരെത്തി. ഇത് തൊഴിൽ വിപണിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ശമ്പളം കുറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അഡ്മിൻ, HR എക്സിക്യൂട്ടീവ്, ഓഫീസർ, മാനേജർ തസ്തികകളെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നോൾക്കാർഡ് എമിറേറ്റ്സ് ID-യുമായി ഉടൻ ബന്ധിപ്പിക്കണമെന്ന് ദുബായ് RTA. കൂടുതൽ മെച്ചപ്പെട്ട ഇലക്ട്രോണിക് സ്മാർട്ട് സേവനങ്ങൾക്ക് ഇത് സഹായകരമാവും. ദുബായിലെ പൊതുഗതാഗതത്തിനായി യാത്രക്കാർ ഉപയോഗിക്കുന്നവരുടെ സിൽവർ, ഗോൾഡ് നോൾ കാർഡുകൾ വ്യക്തിഗത കാർഡുകളാക്കി മാറ്റാൻ RTA അവസരം നൽകുന്നു. ഇതിനെ കാർഡ് ഉടമകൾക്ക് അവരുടെ നോൾക്കാർഡ് എമിറേറ്റ്സ് ID-യുമായി ബന്ധിപ്പിക്കണം. നോൾപേ ആപ്പ് ഉപയോഗിച്ച് സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് നോൾ കാർഡ് എമിറേറ്റ്സ് ID-യിൽ ലിങ്ക് ചെയ്ത് പേഴ്സണൽ സ്മാർട്ട് കാർഡാക്കി മാറ്റാം. RTA-യുടെ നോൾ പ്ലസ് ലോയൽറ്റി പ്രോഗ്രാം വഴി നോൾ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് പോയിന്റുകൾ നേടാം. പേഴ്സണലൈസ് ചെയ്ത കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ഓരോ ദിർഹം ചെലവഴിക്കുമ്പോഴും 1 പോയിന്റ് ലഭിക്കും. ഈ പോയിന്റുകൾ ഉപയോഗിച്ച് കടകളിലും ഹോട്ടലുകളിലും ഡിസ്കൗണ്ടുകൾ നേടാം. കൂടാതെ നിങ്ങളുടെ നോൾ കാർഡ് ബാലൻസ് ടോപ്പപ്പ് ചെയ്യാനും ഈ പോയിന്റുകൾ ഉപയോഗിക്കാം. സുഹൃത്തുക്കളുടെ കാർഡ് ബാലൻസ് ടോപ്പപ്പ് ചെയ്യാനും ഇത് ഉപകരിക്കും. നോൾപേ ആപ്പ് വഴി നോൾ കാർഡ് എമിറേറ്റ്സ് ID-യിൽ ലിങ്ക് ചെയ്യുമ്പോൾ കാർഡ് ഉടമയുടെ വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കപ്പെടും. രജിസ്റ്റർ ചെയ്യാത്ത കാർഡുകൾ നഷ്ടപ്പെട്ടാൽ അതിലെ ബാലൻസ് തിരികെ ലഭിക്കാൻ സാധ്യതയില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.